ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 111 എന്തൊരു ഓർമ്മശക്തി. ഭാഗം 111 എന്തൊരു ഓർമ്മശക്തി ഇവിടെ ആരംഭിക്കുന്നു. വക്കം വേലായുധൻ നടയ്ക്ക് സമീപം താമസിച്ചിരുന്ന കൊച്ചുകൃഷ്ണൻ ജന്മനാ തന്നെ ഊമയായിരുന്നു. ഒരു ദിവസം കൊച്ചുകൃഷ്ണൻ ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ സംസാരിച്ചു തുടങ്ങി. അതോടെ അവൻ്റെ മാതാപിതാക്കളും നാട്ടുകാരുമെല്ലാം ഗുരുദേവനിൽ വലിയ ഭക്തിയും വിശ്വാസവുമുള്ളവരായി തീരുകയും ചെയ്തു. കൊച്ചുകൃഷ്ണനെ വക്കത്തുള്ള ഒരു പള്ളിക്കൂടത്തിൽ മാതാപിതാക്കൾ പഠിക്കുവാൻ ചേർത്തു. അവൻ മിടുക്കനായി പഠിച്ചു വന്നു. പഠിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചുകൃഷ്ണന് അധ്യാപകനായി ജോലിയും കിട്ടുകയുണ്ടായി. സംസാരശേഷി ഇല്ലാതിരുന്ന തനിക്ക് സംസാരിക്കാൻ ശക്തി നൽകിയത് ഗുരുവാണ്. ഗുരുദേവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് തനിക്ക് സംസാരം ഏറ്റവും കൂടുതൽ വേണ്ട ജോലി തന്നെ കിട്ടിയതും. കൊച്ചുകൃഷ്ണൻ ആ വിവരം അറിയിക്കുവാനായി ഒരു ദിവസം ശിവഗിരിയിലെത്തി. കൊച്ചുകൃഷ്ണൻ ഒരു വലിയ കുല മുന്തിരിങ്ങ ഗുരുദേവന് കാഴ്ചവെച്ചിട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോഴത്തെ പറഞ്ഞറിയിക്കാനാവാത്ത ഗുരുദേവൻ്റെ മുഖകാന്തി കണ്ട് കൊച്ചുകൃഷ്ണൻ പ്രസന്നചിത്തനും ആഹ്ലാദചിത്തനുമായി തീർന്നു. കൊച്ചുകൃഷ്ണനോട് ഗുരുദേവൻ ചോദിച്ചു, വിശേഷം വല്ലതുമുണ്ടോ? കൊച്ചുകൃഷ്ണൻ, എനിക്ക് അധ്യാപകനായി ജോലി കിട്ടി. ആ വിവരം തൃപ്പാദങ്ങളെ അറിയിക്കുവാനാണ് വന്നത്. ഗുരുദേവൻ, കൊള്ളാമല്ലോ, നിനക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. കൊച്ചുകൃഷ്ണൻ, അതെല്ലാം തൃപ്പാദങ്ങളുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. അത് പറഞ്ഞിട്ട് കൊച്ചുകൃഷ്ണൻ അതിശയപ്പെട്ടു നിന്നു. താൻ കുട്ടിക്കാലത്ത് പിതാവിനോടൊപ്പം വന്ന് ഗുരുദേവനെ കണ്ടതാണ്. അതിൽ പിന്നീട് കാലം എത്രയോ കഴിഞ്ഞുപോയി. എന്നിട്ടും തൃപ്പാദങ്ങൾ തന്നെ ഇന്നലെ കണ്ട മാതിരി ഓർത്തിരിക്കുന്നുവല്ലോ. അതായിരുന്നു കൊച്ചുകൃഷ്ണൻ്റെ അതിശയത്തിന് കാരണം. ശ്രുതജനമാനസ പത്മവിഹാര ശ്രീനാരായണ ഗുരുദേവ, ശ്രീനാരായണ ഗുരുദേവ. ശിരസു നമിച്ചു ഞാൻ തൊഴുന്നേൻ പാവന ശിവഗിരി ചൂടിയ പാദ